വരുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന രംഗം കണ്ടു. അവിടുന്ന് വിശ്രമിക്കുന്ന രംഗം കാണുകയാൽ വളരെ വേദന തോന്നി. റസൂലുള്ളാഹി തങ്ങൾ വിശ്രമിക്കുന്ന ആ രംഗം കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. എന്തേ കാരണം? അവിടുത്തെ സംവിധാനവും അവിടുത്തെ സൗകര്യവും ഒക്കെ കണ്ടപ്പോൾ ഏറെ മാനസികമായൊരു വിഷമം മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക്. എന്തേ? 2 മുഴം നീളമുള്ള ഒരു പായ, 1 മുഴം മാത്രം വീതിയുള്ള ഒരു പായ, അതായത് 2 മുഴം നീളവും 1 മുഴം വീതിയും മാത്രമുള്ള ചെറിയ ഒരു കുഞ്ഞിപ്പായയിൽ, ചെറിയ ഒരു പായയിൽ ഏകദേശം 6 അടിയോളം വലിപ്പമുള്ള സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചുരുണ്ട് മടങ്ങി ഒതുങ്ങി പതുങ്ങി കിടക്കുന്നു. നിങ്ങൾ നോക്ക്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ചെറിയ ഒരു പായയിൽ വിശ്രമിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പായയിൽ കിടക്കുന്നത് വിരിപ്പില്ലാത്ത കാരണത്താൽ ലൈസ ബൈനഹു വബൈനഹു ഹിജാബ്, ആ പായയുടെയും പുണ്യ പൂമേനിയുടെയും ഇടയിൽ വേറെ വിരിപ്പില്ലാത്ത കാരണത്താൽ റസൂലുള്ളാഹിന്റെ ശരീരത്തില് പായയുടെ പാട് വന്നിരിക്കുന്നു, പായയുടെ അടയാളം വീണിരിക്കുന്നു. ഈ തപ്പന ഓലയുടെ പായയുടെ പാടുകൾ റസൂലുള്ളാഹി തങ്ങളുടെ പൂമേനിയിൽ കാണാം. എന്തേ? മെത്തയില്ല, വിരിപ്പില്ല. ഈ ഒരു രീതിയിൽ റസൂലുള്ളാഹി തങ്ങൾ വിശ്രമിക്കുന്നത് ശിഷ്യന്മാരിലെ പ്രഗൽഭനായ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കണ്ടപ്പോ അവിടുന്ന് സങ്കടം വന്നു. അത് കണ്ണീരായി ഒലിച്ചു. കരയുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, വമാ യുബ്കീക യാ ഉമറു, വമാ യുബ്കീക യാ ഉമറു, ഉമറേ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് ഉമറേ നിങ്ങൾ കരയുന്നത്? റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുമ്പോ ഫാറൂഖ് തങ്ങൾ പറയുന്നത്, യാ റസൂലല്ലാഹ്, തങ്ങളുടെ സൗകര്യവും സംവിധാനമൊക്കെ ഓർത്തുകൊണ്ടാണ് കിസ്റ കൈസർ രാജാക്കന്മാര് ഉമറിന് അറിയാം നബിയേ, അവരൊക്കെ എന്തൊരു സുഖത്തിലാണ്, എന്തൊരു സൗകര്യത്തിലാണ്, അവരുടെ സംവിധാനം എന്തൊക്കെയാണ്, പ്രത്യേകമായ സൗകര്യമല്ലേ അവർക്കുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട നേതാവ്, ലോകത്തിൻ്റെ നേതാവ് തങ്ങൾ വിശ്രമിക്കുന്ന അവസ്ഥ കാണുമ്പോൾ ഞാൻ അവരുടെയൊക്കെ സൗകര്യത്തെക്കുറിച്ച് ഓർത്തുപോകുന്നു, ചിന്തിക്കുന്നു. എൻ്റെ നേതാവിന് കാലൊന്ന് നീണ്ടി നിവർത്തി കടക്കാൻ പോലും വേണ്ട പോലെ മറന്ന് കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പായ പോലും എൻ്റെ നേതാവിനില്ലല്ലോ. ഇത് ആലോചിച്ച് സങ്കടം വന്നതാണ് നബിയേ. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുൻപിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ സമാധാനിപ്പിച്ച് പറയുന്നു, ഉമറേ അമാ തർലാ അന്ന ലഹുമുദ് ദുനിയാ വലനാ അൽ ആഖിറ. ഉമറേ, നിങ്ങൾ പരിചയപ്പെട്ട കിസ്റയും കൈസറും അതുപോലെയുള്ള മറ്റു രാജാക്കന്മാർ, അതൊക്കെ ഈ ഭൗതിക ലോകത്തിന്റെ രാജാക്കന്മാരല്ലേ? അവരുടെ സുഖങ്ങളും സന്തോഷങ്ങളും എന്തു തന്നെയാണെങ്കിലും ഈ ഭൗതിക ലോകത്തിൽ അവസാനിക്കുന്നതല്ലേ? നേരത്തെ സൂചിപ്പിച്ച പോലെ 2 തുള്ളിയുടെ വില മാത്രമല്ലേ അതിനുള്ളൂ. മാനയില്ലാ കറാകിബിൻ ഇസ്തലല്ല തഹത ശജറ ثم راح فتركها. ഉമറേ, ഞാനൊരു യാത്രക്കാരനെ പോലെയാണ്, അല്ല യാത്രക്കാരനാണ്. യാത്രക്കിടയിൽ ഒരൽപ്പം വിശ്രമം എന്ന നിലക്ക് ഒരു മരത്തണൽ കാണുമ്പോൾ ഞാൻ അഭയം തേടുന്നു. നീണ്ട യാത്രക്കിടയിൽ ഒരു മരത്തണലിൽ അല്പം ഇരിക്കുന്നു ഉമറേ.
അല്പം ആശ്വാസം കിട്ടിയാൽ, നടന്ന ക്ഷീണം മാറിയാൽ ആ വിശ്രമം അവസാനിപ്പിച്ച് യാത്ര തുടരുന്നല്ലോ. ഇതുപോലെ ഒരു യാത്രക്കാരനാണു ഞാൻ. അഥവാ ഈ ദുനിയാവിലെ ജീവിതം ഒരു മരത്തണലിൽ ഇരിക്കുന്ന വിശ്രമിക്കുന്ന ഒരൽപ്പസമയം പോലെയാണ്. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള നീണ്ട യാത്ര അത് ആഖിറമാണ് ഉമറേ. അതുകൊണ്ട് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആ ഭൗതിക രാജാക്കന്മാർക്ക് എന്തു സുഖമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും അതൊക്കെ നശ്വരമായ ലോകത്തു മാത്രമുള്ളതല്ലേ. വലനാ അൽ ആഖിറ, നമുക്ക് ആഖിറത്തിൽ സുഖമുണ്ടല്ലോ ഉമറേ. നമ്മെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് നമ്മൾക്ക് ആഖിറത്തിലെ വലിയ വലിയ സംവിധാനമാണല്ലോ, ആഖിറത്തിലെ വലിയ സുഖങ്ങളാണല്ലോ. പുറത്തുള്ള മണ്ണും ചരലിമിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. ഉമറേ, നമ്മെ കാത്തിരിക്കുന്ന ഭവനം സ്വർഗമെന്ന് പറയുന്ന വീട്, ആ വീടിൻ്റെ മുറ്റത്ത് വിരിച്ചിട്ടുള്ള മണ്ണ്, അതിൻ്റെ മുറ്റത്ത് വിരിച്ചിട്ടുള്ള ചരല്, അതൊക്കെ മിസ്കും ജൗഹറുമാണ്. വില പറയാൻ പറ്റാത്ത രത്നക്കല്ലുകളാണ്. സ്വർണത്തിൻ്റെ ഒക്കെ അപ്പുറം വിലയുള്ള വലിയ വില പിടിപ്പുള്ള, വില എത്രയെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത രത്നക്കല്ലുകളാണ് ആ സ്വർഗത്തിൻ്റെ മുറ്റത്തുള്ളത്. പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. എങ്കിൽ പിന്നെ സ്വർഗമെന്ന് പറയുന്ന ഭവനത്തിൻ്റെ ഉള്ളിലെ സുഖം മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത്, ഒരു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, കാതുകൊണ്ടു കേൾക്കാൻ കഴിയാത്ത, ഹൃദയത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സുഖങ്ങൾ. ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വ മുൽക്കൻ കബീറാ. എന്തു സുഖങ്ങളാണ്, എന്തു സന്തോഷങ്ങളാണ് ഉമറേ നാളെ നമ്മൾക്ക് വരുന്നത്. അത് പോരാ ഉമറേ, 2 തുള്ളി വെള്ളത്തിൻ്റെ സ്ഥാനത്തുള്ള ദുനിയാവ് അതെങ്ങനെയായാലും ആഖിറം ബാസുരമാവലല്ലേ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് സങ്കടപ്പെടണ്ട. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആഖിറത്തിന്റെ വലിപ്പം, അതിലേക്കൊന്ന് ദുനിയാവിനെ തട്ടിച്ചു നോക്കുക. ഏറിയാൽ 2 മിനിറ്റ്. നമ്മൾക്ക് തിരിയുന്നൊരു വാക്കിൽ പറഞ്ഞാൽ ദുനിയാവ് 2 മിനിറ്റ്. ജനിച്ച സമയത്ത് ഒരു കാതിൽ വാങ്ക് കൊടുത്തു, രണ്ടാമത്തെ കാതിൽ ഇഖാമത്തും കൊടുത്തു. ഇഖാമത്ത് കൊടുത്താൽ പിന്നെ വേണ്ടത് നിസ്കാരമാണ്. നടന്നിട്ടില്ലല്ലോ. വാങ്കില്ലാത്ത ഇഖാമത്തില്ലാത്ത നിസ്കാരം, മയ്യിത്തു നിസ്കാരം നടക്കുന്നു. വാങ്കില്ലാത്ത ഇഖാമത്തില്ലാത്ത മയ്യിത്തു നിസ്കാരത്തിന്റെ വാങ്കും ഇഖാമത്തും ഏതാണ്? ജനന സമയത്ത് ഒരു കാതിൽ കൊടുത്ത വാങ്ക്, രണ്ടാമത്തെ കാതിൽ കൊടുത്ത ഇഖാമത്ത്. ഇഖാമത്ത് കൊടുത്തു നേരത്തെ ജനിച്ചപ്പോൾ, ഇനി മരണസമയത്ത് നിസ്കാരം. ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയത്രേ? ഉസ്താദിനോട് അന്വേഷിക്കുക, പണ്ഡിതന്മാരോട് ചോദിക്കുക. ഏറിയ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം. ഇഖാമത്ത് കൊടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം കഴിഞ്ഞ് ഇപ്പോഴും നിസ്കാരം തുടങ്ങിയില്ലെങ്കിൽ കൊടുത്ത ഇഖാമത്തിന്റെ വില നഷ്ടപ്പെട്ടു. ഇനി വേറെ ഇഖാമത്ത് കൊടുക്കണം. ഇഖാമത്ത് കൊടുത്താൽ ജുമായല്ലോ, മറ്റു വക്തുകളിൽ, ജുമായിൽ അത്ര ഒന്നുമില്ല, ഇഖാമത്ത് കൊടുത്ത ഉടനെ നിസ്കരിക്കുക. അപ്പോ സാധാരണ വക്തുകളിൽ ഇഖാമത്ത് കൊടുത്താൽ ഏറിയാൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം, അത് കഴിഞ്ഞാൽ നിസ്കരിച്ചോളണം എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിൽ ആ ഇഖാമത്തും ആ നിസ്കാരവും തമ്മിൽ ബന്ധമില്ല. അപ്പൊ ഏറിയാൽ 2 മിനിറ്റ്, 2 റക്അത്തിനുള്ള സമയം 2 മിനിറ്റ്, ഇത്രയേ ഉള്ളൂ അതിനിടയിലുള്ള സമയം. അതാണ് ഈ ദുനിയാവെന്ന് സൂചിപ്പിക്കുകയാണ്. ജനിച്ച സമയത്ത് വാങ്കും ഇഖാമത്തും, എന്നിട്ട് മരണസമയത്ത് വാങ്കും ഇഖാമത്തും ഇല്ലാത്ത നിസ്കാരവും. അപ്പൊ ഇങ്ങനെ ദുനിയാവിന്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കുക. ഒന്നാമതായി ജീവിത ലക്ഷ്യത്തെ നേടാൻ ആഗ്രഹിക്കുന്നവർ. എന്താണ് ജീവിത ലക്ഷ്യം? അത് സ്വർഗം നേടലാണ്, സ്വറാത്ത് പാലം കടക്കലാണ് എന്നത് മനസ്സിലാക്കിയാൽ
ആ പാലം കടക്കാൻ ആദ്യമായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ദുനിയാവും ആഖിറവും തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തെക്കുറിച്ച് ബോധവാന്മാരാവുക. രണ്ടാമത് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുക.